അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കരാമയിലുള്ള സബീൽ പാർക്ക് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ നേടി പോവുകയാണ്. അപ്പോൾ നമ്മൾ അവസാനം കണ്ടെത്തി. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ചാർക്കോളും അതുപോലെ തന്നെ അതിനാവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം അതിന് ചാർക്കോളൊക്കെ വെച്ച് തീ പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ പയ്യെ തീയൊക്കെ പിടിപ്പിച്ച് നമ്മുടെ ഗ്രില്ല് ചൂടാൻ വേണ്ടി കാത്തിരി. അപ്പോൾ തീയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ചിക്കൻ എടുത്തു. പിന്നെ അതിന് വേണ്ടി ആവശ്യമായ മസാല കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുട്ട, തൈര്, നാരങ്ങ, ഇതാണ് നമ്മൾ മസാലയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. അത് വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് കുഴയ്ക്കണം. കുഴച്ച് നല്ല കുഴമ്പ് രൂപത്തിലായതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോകുന്ന ചിക്കൻ വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, കത്തി നന്നായിട്ട് വരയണം. അപ്പം മാത്രമേ എന്ത് ചെയ്യുക, മസാല അതിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പം അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മസാല നമ്മൾ അതിലേക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് പുരട്ടി കൊടുക്കണം നന്നായിട്ട്. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും മസാല എത്തണം. എന്നാൽ മാത്രമേ കഴിക്കാൻ നല്ല രസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ ഗ്രില്ല് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക, ചിക്കൻ വെക്കുകയാണ്. വെച്ചതിന് ശേഷം നമ്മളിത് പയ്യെ തീയിലേക്ക് വെക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മണം കാരണം കുറേ പൂച്ചകളൊക്കെ വന്നിട്ടുണ്ട്. സാരമില്ല, എന്നാൽ നമ്മൾ ചിക്കൻ എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഗ്രില്ലിലേക്ക് വെക്കുക. നല്ല ചൂടാണ്, ഓവനെക്കാട്ടൊക്കെ നല്ല ചൂടാണ്. ചാർക്കോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലൊഴിച്ച് നല്ലൊരു തിളക്കം വരാൻ വേണ്ടി കുറച്ച് എണ്ണയൊക്കെ അതിന് മുകളിൽ വെച്ചിട്ട് നോക്കുമ്പോൾ പൂച്ച പിന്നെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ പയ്യെ ചിക്കൻ നമ്മുടെ ഗ്രില്ലിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗാർണിഷ് ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ വെച്ച് എന്ത് ചെയ്തിട്ട് നമ്മൾ എന്നാൽ ഗാർണിഷ് ചെയ്ത് സ്പ്രിംഗ് ഓണിയനൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലൊരു പ്രസൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമായിരുന്നു എന്തൊക്കെയാണെങ്കിലും. അപ്പം എല്ലാവരും എൻ്റെ വാച്ച് ചെയ്തതിന് താങ്ക് യു. ബൈ.